യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്ഷേമ ഇസ്രായേൽ എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് വചനത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ, ഒത്തിരി മനസ്സ് മടുത്തിരിക്കുന്ന ജീവിതങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് ആലോചിച്ച് അതേക്കുറിച്ച് ഒത്തിരി ഭാരമനുഭവിക്കുന്നവർക്കൊക്കെ ഈ വരുന്ന നിമിഷങ്ങളിലുള്ള വചനങ്ങൾ പ്രത്യാശ നൽകുന്ന വചനമായിട്ട് മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. കർത്താവ് പറയാണ്, തൻ്റെ വചനം ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടാതെ തിരിച്ചു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ദൈവം ഒരു കാര്യം ചെയ്യുന്നത്, ആ ഉദ്ദേശം ദൈവം പൂർത്തിയാക്കും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ അനുവദിക്കുന്നുണ്ടോ, ഏതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ ദൈവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യില്ല. ഇവിടെ പറയാണ്, ദൈവം തൻ്റെ വചനം നൽകുമ്പോൾ അത് സ്വർഗത്തിൽ നിന്നും മഴ വർഷിക്കപ്പെടുന്നത് പോലെ, വചനം വർഷിക്കപ്പെടുമ്പോൾ മഴ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നത് പോലെ, ഫലം പുറപ്പെടുവിക്കുന്ന പോലെ വചനവും അതിൻ്റെ ഉദ്ദേശത്തെ പൂർത്തിയാകാതെ കടന്നു പോകുന്നില്ല. അപ്പോൾ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും, ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ കൃത്യമായ ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടും അത് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ നിമിഷങ്ങളിൽ അതിൻ്റെ വേദന, ഭാരം അത് ക്രൂരമായി നമുക്ക് തോന്നുന്നത് കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഉദ്ദേശം, ഈ ലക്ഷ്യം മനസ്സിലാക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം സമരിയാക്കാരി സ്ത്രീ ഈശോ കണ്ടുമുട്ടുന്നുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് ഈശോ ഈ സമരിയാക്കാരി സ്ത്രീയെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, അപ്പസ്തോലന്മാരെ മുഴുവനും ഭക്ഷണം മേടിക്കാൻ പറഞ്ഞു വിട്ടു. നമുക്കറിയാം, എല്ലാവർക്കും ഭക്ഷണം മേടിക്കാൻ എല്ലാവരും കൂടി എങ്ങും പോകാറില്ല. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്നത്. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ മുഴുവനും പറഞ്ഞയച്ചു, എന്നിട്ട് എല്ലാവർക്കും വേണ്ട ഭക്ഷണം മേടിച്ചിട്ട് വരാൻ, അവിടെ ഇരുന്ന് കഴിക്കാൻ.
എന്തിനാണ് ഈ 12 പേർക്ക് ഭക്ഷണം മേടിക്കാൻ 12 പേരെ പറഞ്ഞയച്ചതെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാം, ഒരു ചോദ്യം അല്ലേ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? 5 പേരെ പറഞ്ഞു വിട്ടാൽ പോരെ? ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ ഇത്രയും പേരെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ട്? 2 പേരെ വിട്ടാൽ പോരെ? എല്ലാവരെയും ദൂരം നടക്കാൻ അനുവദിക്കുക എന്ന് ചോദിക്കാം. പക്ഷെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവിടെ നട്ടുച്ച നേരത്ത് ജനത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ഈ കിണറിൻ്റെ തീരത്ത് വരും എന്ന് ഈശോയ്ക്കറിയാം. അതുമാത്രമല്ല, അവളുടെ സ്വകാര്യ ജീവിതത്തെ അടിമുടി കീറി മുറിക്കുന്ന സമയം അതിലൂടെ കടന്നു പോകുമ്പോൾ മറ്റാരും അവളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ അറിയരുതെന്ന്, അവളുടെ സ്വകാര്യ പാപത്തിൻ്റെ വിഷയങ്ങൾ അറിയരുതെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കണ്ടോ, ഇതൊരു ഉദ്ദേശം. ഈ ഉദ്ദേശം, ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ ദൈവം എല്ലാവരും പറഞ്ഞു വിട്ടെ. പ്രവാചക ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, സറാഫാത്ത് തീരത്ത് കടന്നിരുന്ന ഏലിയ പ്രവാചകനെ പറഞ്ഞ് വിടുക. കർത്താവ് പറഞ്ഞു, കീറേത്ത് തടാകത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. അഹാബ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ മഴ പെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി അവിടെ നിൽക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കീറേത്ത് അരുവിയുടെ അടുത്ത് പോയി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടക്കും. അപ്പോൾ അരുവിയിൽ നിറച്ച് വെള്ളമുണ്ട്, ഭക്ഷണത്തിന് കാക്കകളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പം ഇതെല്ലാം വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിച്ച് കീറേത്ത് തടാകത്ത് കിടന്ന് ഏലിയ പ്രവാചകൻ റെസ്റ്റ് എടുക്കുക. അങ്ങനെ പെട്ടെന്ന് ഈ കീറേത്ത് അരുവി വറ്റിപ്പോയി. എല്ലാം മനോഹരമായിട്ട് പൊക്കൊണ്ടിരുന്ന സമയത്ത് ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാം തകിടം പറയുകയാണ്. അച്ഛാ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ സംഭവിച്ചേ, ഞങ്ങൾ സ്വപ്നം കണ്ട സമയത്തല്ല ഇങ്ങനെ സംഭവിച്ചേ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? എല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുമായിരുന്നു വെച്ചോ, ഒന്നും ഒരു കുഴപ്പമില്ലാതെ പോകണം. അപ്പം നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അനുഗ്രഹത്തിന് ചില മേഖലകൾ അങ്ങോട്ട് തകർന്നു പോയി. കീറേത്ത് വറ്റിപ്പോയി, അരുവി വറ്റിപ്പോയി, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയായി, പട്ടിണി കിടന്ന് മരിക്കുന്നൊരവസ്ഥയായി, സാമ്പത്തിക തകർച്ചയായി, മക്കൾ കൈവശം വന്നുപോയി. ഒന്നും പ്രതീക്ഷിച്ചില്ലച്ചോ, എൻ്റെ മക്കൾ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ലച്ചോ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അനർത്ഥം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലച്ചോ, ഇങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച വരുമെന്നൊന്നും വിശ്വസിച്ചതല്ലച്ചോ. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഈ കീറേത്ത് അരുവിയുടെ അടുത്ത് കിടന്ന ഏലിയ പ്രവാചകന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, സറാഫാത്തിലേക്ക് പൊക്കോ. സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാകില്ല. ഈ കീറേത്ത് അരുവി വെറ്റിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവിന് കീറേത്ത് അരുവിൽ വെള്ളം കൊടുത്താൽ പോരെ? അവിടെ കാക്കകൾ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്താൽ പോരെ? എന്തിന് കീറേത്ത് അരുവി വറ്റിക്കണം അല്ലേ? നമ്മൾ ചോദിക്കുക, എന്തിനാ കർത്താവ് ഇതിങ്ങനെ ചെയ്ത്, എന്തിനാ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചെന്ന് ചോദിക്കാം. പക്ഷെ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് ഈ കീറേത്ത് അരുവി, നിന്റെ ജീവിതത്തിൻ്റെ ചില കീറേത്തുകൾ വറ്റിക്കുമ്പോൾ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മനസ്സിലാക്കുക ദൈവപൈതലേ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്തിനാ ദൈവം കീറേത്ത് അരുവി വറ്റിച്ചിട്ട് സറാഫാത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു? അവിടെ ഒരു വിധവയും ഏക മകനും അവസാന തുള്ളി അല്ലെങ്കിൽ അവസാനം ശേഷിച്ച ആ മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി ഭക്ഷിച്ചിട്ട് മരിക്കാൻ പോവുക. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ നേടാൻ വേണ്ടിയ നിന്റെ കീറേത്ത് അരുവിയെ, ഏലിയായുടെ കീറേത്ത് അരുവിയെ ദൈവം വറ്റിച്ചത്. മനസ്സിലാവില്ല. അപ്പൊ ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ചിലപ്പോൾ അനർത്ഥങ്ങളായിരിക്കാം, ചില രോഗങ്ങളായിരിക്കാം, ചില പ്രശ്നങ്ങളായിരിക്കാം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ധ്യാനത്തിന് പോയപ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയാണ്, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് മാറണം, ഒന്ന് മാനസാന്തരപ്പെടണം, ഒന്ന് കുമ്പസാരിക്കണം. ഇത്രയും വർഷം പ്രാർത്ഥിച്ചു, അതുപോലെ മദ്യപാനം, അതുപോലെ പ്രശ്നം, എന്നിട്ട് മാറിയിട്ടില്ല. പക്ഷെ അടുത്ത കാലത്ത് ജീവിത പങ്കാളി യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, തലയൊക്കെ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഏതാനും മാസങ്ങളോളം കിടന്നു. ഈ മാസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പുള്ളിക്ക് സ്വയം ഒരു ബോധമുണ്ടായി, ഒരു അനുതാപം ഉണ്ടായി, തൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റം ഉണ്ടാകുന്ന പുള്ളിക്ക് സ്വയം തോന്നി. എന്നിട്ട് അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം, എനിക്കൊന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. ഈ സഹോദരി പറഞ്ഞു, എൻ്റെ അച്ഛോ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്താ? എൻ്റെ ജീവിത പങ്കാളിക്ക് ആക്സിഡൻറ്റ് കൊടുത്തതിന്. ഈ സഹോദരി ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞു. ദൈവമേ, ആക്സിഡൻറ്റ് വരുത്തിയിട്ടാണെങ്കിലും മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടാണെങ്കിലും ദൈവമേ, നിന്നെ ഒന്ന് വിളിക്കാൻ, ഒന്ന് അനുതപിക്കാൻ, ഒന്ന് പാപത്തെ ഓർത്ത് ഏറ്റുപറയാൻ, അങ്ങനെ ആത്മനാശത്തിൻ്റെ വഴിയിൽ നിന്നും ആത്മരക്ഷയുടെ വഴിയിലേക്ക് എൻ്റെ ജീവിത പങ്കാളിയെ കൊണ്ടുവന്നതിന് ദൈവമേ നിനക്ക് നന്ദി.
ചുറ്റുപാട് നിന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുമ്പോൾ ഓ ഒരു ആക്സിഡന്റ്, അവൻ്റെ എല്ലാം ഒരു ശാപോ, ഓ അവന് എപ്പോഴും ദുരന്തോ, എപ്പോഴും പ്രശ്നമാണ്, ഒരു പ്രശ്നം തീരും അടുത്ത പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങളാണ്. ഇവിടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ എന്തിന് ദൈവം ഇത് അനുവദിക്കുമെന്ന് ചോദിക്കണം. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, 3-4 മുതലുള്ള വചനങ്ങൾ, എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ചില വിജാതീയരെ ചുറ്റിലും അവശേഷിപ്പിച്ചത്. അങ്ങനെ ഇസ്രായേൽ ജനം കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു. എന്തിനാ? മോശ വഴി നൽകിയ കൽപ്പന ഇവർ പാലിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയ ദൈവം ഇവരെ അനുവദിച്ചത്, ജീവിക്കാൻ അനുവദിച്ചത്. വിജാതിയരുടെ നടുവിൽ ദൈവം നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത് സത്യദൈവത്തിലുള്ള വിശ്വാസത്തിൽ നീ അടിയുറച്ച് നിൽക്കോ എന്ന് പരിശോധിക്കാനാ. നിന്നെ മുറിപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ തകർക്കുന്ന ചില ജീവിതങ്ങളുടെ, നിന്നെ മനസ്സിലാക്കാത്ത, നിന്നെ അതുപോലെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, നിന്റെ പേരിനെ നശിപ്പിക്കുന്ന ചില ജീവിതങ്ങളുടെ നടുവിൽ തന്നെ നിന്നെ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നത് നിന്നെ പരിശോധനയ്ക്ക് ദൈവം വിധേയമാക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിന്റെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്താൻ ദൈവം ഒരുക്കിയ സമയമാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവം ഒന്നും അറിയാതെ ചെയ്യുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കൾ. അത് നമ്മൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങോട്ട് ഭാരപ്പെടുക, ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുക. ദൈവം എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ അനുവദിച്ച്, എന്തുകൊണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അടിച്ചു, അല്ലെങ്കിൽ ദൈവം വേദനകൾ നൽകി, അസ്വസ്ഥതകൾ നൽകി. എന്തിനാ? അവർ തങ്ങളുടെ പാപപ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയുമോ എന്ന് അറിയാൻ. അപ്പോൾ ചില ജോബിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അടിച്ചു, സുഖപ്പെടുത്തുന്നു, കർത്താവ് മുറിവേൽപ്പിക്കുന്നു, വെച്ച് കെട്ടുന്നു. ഉണ്ടോ? അപ്പോൾ കർത്താവ് മുറിവേൽപ്പിക്കും, കർത്താവ് അടിച്ചു താഴെയിടും, എന്നിട്ട് കർത്താവ് തന്നെ സുഖപ്പെടുത്തും, കർത്താവ് തന്നെ കൈപിടി. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചില രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുവൻ രോഗിയാകുമ്പോൾ അവൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവസരം ദൈവം അവൻ്റെ ജീവിതത്തിൽ അനുവദിക്കുക. കേട്ടോ, ശരീരത്തിന് രോഗം വരുമ്പോൾ ഈ ശരീരം മരിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് അവന് നൽകണം. അതാണ് ആത്മാവ് നൽകുന്ന ബോധ്യം. അല്ലാതെ ആ രോഗത്തിൻ്റെ നടുവിൽ ദൈവത്തെ പിറുപിറുത്ത്, ദൈവത്തിൽ നകന്ന്, വിശ്വാസം കളഞ്ഞു, പ്രാർത്ഥനയും കളഞ്ഞ്, എല്ലാത്തിനും പരാതി പറഞ്ഞു, ദൈവം നീ എന്തിനാ ഇങ്ങനെ അനുവദിച്ച്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്, ഞാൻ ഇത്രയും പള്ളിയിൽ പോയി, ഞാൻ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച്, എനിക്കെപ്പോഴും പരാജയമാണല്ലോ, എനിക്കെപ്പോഴും നഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. വിശ്വസിക്കുക ദൈവ പൈതലേ, ദൈവം അനുവദിക്കാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. നീ ദൈവ പൈതലായി ജീവിക്കുകയാണെങ്കിൽ, നീ ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ചില സഹനങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മനസ്സിലാക്ക്. ജോബിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിച്ചില്ലേ? ദൈവം അനുവദിച്ചതല്ലേ? പിശാചുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കത്തിൽ ഈശോ സഹനങ്ങൾ അനുവദിക്കാൻ പിശാചിനെ അനുവദിക്കുക ജോബിന്റെ ജീവിതത്തിൽ. അപ്പോഴും ജോബ് കുറ്റമറ്റവനായി ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ട് സ്വർഗത്തെ ജയിക്കാൻ അവിടെ അനുവദിക്കുക. അപ്പൊ സ്വർഗം എന്നിലൂടെയും നിന്നിലൂടെയും ജയിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ജീവിതത്തിൻ്റെ ഇതുപോലുള്ള കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകും. എന്തിനാ? പരിശോധനയ്ക്ക് വിധേയയാക്കാൻ. നീ പിടിച്ചു നിൽക്കോ എന്ന് മനസ്സിലാക്കാൻ, നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തോ എന്ന് ചിന്തിക്കാൻ. അപ്പോൾ ദൈവം കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിക്കൊണ്ടുപോകുന്നത്, ചില ജീവിതത്തിൽ അടിക്കടി വരുന്ന ചില പരാജയങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ പാപത്തിൻ്റേതല്ലാത്ത കാരണങ്ങൾ. പാപം മൂലം ഇത് സംഭവിക്കാം. ചില ദൈവനിഷേധവും അഹങ്കാര ചിന്തകളും അഹങ്കാര പ്രവൃത്തികളും കൊണ്ടും തകർച്ചകൾ ഒരുവൻ്റെ ജീവിതത്തിൽ വരാം.
അതേക്കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ദൈവം ചില ജീവിതത്തിൻ്റെ പ്രത്യേക അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. അല്ലെ ചില പാപത്തിൽ കിടക്കുമ്പോഴും ചില ജീവിതങ്ങളെ കർത്താവ് അടിച്ചിടും. എന്തിനാ? അവന് നിത്യനാശം വരാതിരിക്കാൻ, അവൻ ആത്മനാശത്തിലേക്ക് പോകാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിന് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് മനസ്സിലാക്കണം. ഇപ്പൊ മഴയും മഞ്ഞും ഈ ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടിയാ. എന്തിനാ? ഭൂമിയെ നനപ്പിക്കണം, വൃക്ഷങ്ങളെ മുളപ്പിക്കണം, അതിന് ഫലം പുറപ്പെടുവിക്കണം. അപ്പൊ കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ചെയ്യുന്നത്. ഈ സുവിശേഷം മുഴുവൻ എടുത്ത് നോക്കിയോ, വചനം മുഴുവൻ എടുത്ത് നോക്കിക്കോ, ദൈവം കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. മോശയുടെ ജീവിതം നോക്കിക്കേ. 2 വയസ്സ് പ്രായമുള്ളപ്പോൾ മോശയെ മാറ്റി നിർത്തി. ബാക്കിയുള്ളവരൊക്കെ വധിക്കപ്പെടാൻ ഇടവരുത്തിയപ്പോഴും മോശയെ മാത്രം വെറും 2 വയസ്സ് പ്രായമുള്ള സകലരും വധിക്കപ്പെടേണ്ട രാജകൽപ്പനയുടെ മുമ്പിൽ നിന്നും മോശയെ ദൈവം എന്തിനു മാറ്റി നിർത്തി? വർഷങ്ങൾക്കപ്പുറം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ട, കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ട, അവരെ നയിക്കേണ്ടവനാണ് മോശയെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് മോശയെ ദൈവം 2 വയസ്സിൽ മാറ്റി നിർത്തിയതും അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകാൻ. അപ്പൊ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്തിനാ ഈ 2 വയസ്സ് പ്രായത്തിൽ മാറ്റി നിർത്തിയേ? എന്തിനാ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു സഹനം അനുവദിച്ചേ? എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ച്? ദാമ്പത്യ ജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ. എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചില രോഗങ്ങൾ ദൈവം അനുവദിച്ച്? ഞാൻ ജീവിക്കാൻ ആരംഭിച്ചല്ലേ ഉള്ളൂ. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പരാജയങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിൽ? ദൈവമേ, നിന്നോട് ഞാൻ ചേർന്നിരിക്കുന്നില്ലേ എന്നുള്ള ആകുലതകളുടെ നടുവിലും ദൈവവൈതലെ ഒന്ന് വിശ്വസിക്കാവോ? ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ, ചില പ്രവർത്തികൾ നിന്നിൽ പൂർത്തിയാകുകയാണ്. ചില നന്മ നിന്റെ ജീവിതത്തിൽ നിനക്ക് നന്മയെന്ന് തോന്നുന്നത് നന്മയാകണമെന്നില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്നത് ജീവിതത്തിൽ എന്നും നന്മയായിട്ട് മാറും. അതല്ലേ വചനം പറയുന്നേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി പരിണമിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ഒന്ന് വിശ്വസിച്ച് ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രശ്നമാണോ, ഏത് പ്രതിസന്ധിയാണോ, ഏത് ജീവിതത്തിൻ്റെ ഭാരമാണോ നിന്നെ അലട്ടുന്നത്, നിന്നെ കീറിമുറിക്കുന്നത്, നിന്നെ തകർക്കുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ പിന്നിലും ദൈവവൈതലേ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിനക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിൽ ദൈവത്തിനുണ്ട്. നിനക്കിപ്പോൾ ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ജ്ഞാനം അതിൻ്റെ പിന്നിൽ ദൈവത്തിനുണ്ട്. അതൊന്ന് വിട്ടുകൊടുക്ക്, ഒന്ന് എളിമപ്പെട്. ദൈവമേ, എന്നിട്ട് ഈശോ പറഞ്ഞ പോലെ പറ, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. അമ്മ പറഞ്ഞതുപോലെ പറ, എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ, ലക്ഷ്യത്തിൻ്റെ, പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മാറും. ആ പ്രവൃത്തി ദൈവം പൂർത്തിയാക്കും. വിശ്വസിക്ക്, നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ല, നിന്റെ ആത്മനാശത്തിൻ്റെ പദ്ധതിയല്ല. ഇത് ആത്മരക്ഷയുടെ പദ്ധതിയാണ്. ഇത് ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. ഒന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത് തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും, എല്ലാ വേദനകളെയും, ഇപ്പോൾ കടന്നു പോകുന്ന ഉത്തരം കിട്ടാത്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, നിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം പോലെ നടക്കട്ടെ. ദൈവമേ, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശമാണല്ലോ, ഞാൻ വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ വലിയ കൃപയും കരുണയും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഇതാ കർത്താവ്, ജീവിക്കുന്ന ദൈവം. ഈശോ പറഞ്ഞില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം ഒരുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക ജ്ഞാനം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. ജീവിതത്തിലൊരു വേദന വന്നപ്പോൾ, ഒരു ജീവിതത്തിൻ്റെ ഒരു തകർച്ച നേരിടേണ്ടി വന്നപ്പോൾ,
ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പരാജയങ്ങളും രോഗങ്ങളിലൂടെയൊക്കെ ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നത് എന്ന് ചോദിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പോലും നമ്മൾ അകന്നു പോകാൻ അത് കാരണമായിട്ടുണ്ടാകാം. നമുക്ക് മാപ്പ് പോയി ചോദിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൽ നമ്മൾ കേട്ടില്ലേ, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും, ദൈവം ഒരുക്കുന്ന എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കും ദൈവത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് നന്മയെന്ന് തോന്നുന്നതാകണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പക്ഷേ ദൈവം അനുവദിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായിട്ട് മാറും എന്ന് വിശ്വസിക്കാനുള്ള കൃപ തരണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, ഈശോ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ രോഗം, അതിൻ്റെ പിന്നുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഈശോ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ കുടുംബം കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, ദൈവമേ നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്തുക. ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ, അസ്വസ്ഥതകൾ, ദൈവമേ നിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിലൂടെ? നിന്നോട് ഞങ്ങൾ വിശ്വസ്തത പുലർത്തിയിട്ട് പ്രാർത്ഥനയിൽ നിന്നിട്ട് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന് പിന്നിൽ നിനക്കൊരു ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവമേ അത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് നിൻ്റെ കരുണയുടെ കീഴിൽ ജീവിതത്തെ സമർപ്പിച്ച് പൂർണ്ണമായൊരു സമർപ്പണം പറഞ്ഞ് ജീവിക്കാൻ കൃപ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യാചനാപൂർവ്വം പിടിച്ച് കർത്താവിൻ്റെ കരുണ ജീവിതത്തിലേക്ക് ഒഴുകാൻ, സ്നേഹം ഒഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി, ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. കർത്താവെ കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ പ്രത്യേകം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഭാരത്തോടിരിക്കുന്ന മക്കളുണ്ട്, ഒത്തിരി വേദനിച്ചിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. ഈശോയെ വിശുദ്ധ ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ മക്കളുണ്ട്. മാരക രോഗത്തിൻ്റെ രോഗത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മക്കളുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മക്കളുണ്ട്. ഈശോയെ ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ അങ്ങ് ഈ മക്കളെ കടന്നു പോകാൻ അനുവദിച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ബലഹീനതകളിലാണ് നിനക്ക് ഇടപെടാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ രോഗങ്ങളിലാണ് ഈശോ നിനക്ക് സുഖപ്പെടുത്താൻ പറ്റൂ. ഞങ്ങളുടെ തകർച്ചകളിൽ നിനക്ക് ഇടപെടാൻ പറ്റും. ഈശോയെ ഈ തകർച്ചകൾ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദുരിതങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉപകാരമായി മാറിയെന്ന് മനസ്സിലാക്കാൻ തക്കവിധം ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അതിലൂടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്കെതിരെ പിറുപിറുത്ത മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, വിശ്വാസത്തിന് നിരക്കാത്ത പ്രവണതകളിലേക്ക് പോയ മക്കളുണ്ടെങ്കിൽ, വിശ്വാസം അപ്പാടെ ഉപേക്ഷിച്ച മക്കളുണ്ടെങ്കിൽ കർത്താവെ ഇപ്പോൾ തന്നെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ മേഖലകളിൽ കർത്താവെ അത് പൂർണ്ണമായിട്ട് വിച്ഛേദിച്ച മക്കളുണ്ടെങ്കിൽ, ചില ബന്ധങ്ങൾ മുറിഞ്ഞുപോയ മക്കളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ കൂട്ടി ഇണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃപ ചോർന്നു പോയ മക്കളുണ്ടെങ്കിൽ, അതിലൂടെ ദൈവമായിട്ടുള്ള ബന്ധം അപ്പാടെ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ കർത്താവെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ഹൃദയങ്ങളിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ, ബലപ്പെടുത്തട്ടെ, സമർപ്പണത്തിലേക്ക് ജീവിതത്തെ നയിക്കട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഇവരുടെ ചിന്തകളെ, ഇവിടെ മനസ്സിനെ അവികലമാക്കുന്ന ദൈവസ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ദൈവമേ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന മറുതലിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ മക്കളെ കെട്ടിയിടുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ തന്നെ തൊട്ടുണർത്തണമേ. സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഇവിടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഇവിടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഇപ്പോൾ ചേർത്ത് പിടിക്കുക. ഈശോയെ എൻ്റെ കുടുംബത്തിൽ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഈശോ കുടുംബമായിട്ട് ഒത്തിരി വേദനയോടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. പ്രതീക്ഷ മുഴുവൻ അറ്റു നിൽക്കുന്ന അവസ്ഥ, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു. ഈശോയെ ചെങ്കടലിനെ വിഭിച്ച കർത്താവെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ചെങ്കടലിനെയും ഇപ്പോൾ പകുത്തണമേ. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,